വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂപ്പർ കൺമണിയുടെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡാണ്, ആരും മിസ്സാക്കില്ല. ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ട അങ്ങനെ സുലഭമായി നൈസായിട്ട് കൃഷ്ണയും കൺമണിയുടെ ഒളിച്ചുകളി പൊക്കിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ തട്ടുകടയിൽ വെച്ച് കൃഷി കൺമണിയുടെ അടുത്തായിട്ട് തൻ്റെ ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേക്കുന്ന കൺമണിയാണെങ്കിൽ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ കൃഷ്ണ നോക്കുന്നുണ്ട്. കൺമണി നോക്കുന്നതിനകത്തൊന്നും ഇത്രയും വലിയ മഹാനായ മനുഷ്യനാണോ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന രീതിയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കൃഷിയും കൺമണിയും തട്ടുകടയിലിരിക്കുന്നതാണ്. ആ സമയത്ത് കൃഷി ഇങ്ങനെ പറയുന്നുണ്ട്, ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, അപ്പോൾ കൺമണി തന്നെ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, സാർ നമുക്കിടയിൽ അങ്ങനെയൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും തുല്യതാണ്. പിന്നെ സാറ് പറയുന്നത് കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് സുഖമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കൺമണി പറയുന്നുണ്ട്, സത്യം പറയാമല്ലോ സാർ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന സമയത്തൊക്കെ ഞാനത് ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാട്ടിലായിരുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഭീതിയുടെ നടുക്കായിരുന്നു. എന്നിട്ട് പോലും സാറിൻ്റെ ആ ഒരു ഊഷ്മളമായ സ്നേഹമൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചു. പിന്നെ സത്യത്തിൽ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കുമോ എന്നും അറിയില്ല, കാമുകനോ കാമുകിയോ അല്ല, പക്ഷേ സാറിൻ്റെ ആരെല്ലാമോ ആണെന്നൊരു തോന്നൽ. പക്ഷേ എന്തോ ഇന്നലെ എനിക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയത്. ഇപ്പം ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ കുറേ കുത്തിനോവിക്കലുകളും അവഗണനയും ഒക്കെ എനിക്ക് സഹിക്കേണ്ടി വന്നാനേ. ഇതിനിടയ്ക്കൊക്കെ ഒരു തണലായിട്ട് ഒരു സ്നേഹമാണ് എനിക്ക് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ബലരാമനോട് നന്ദി പറയാൻ തോന്നുന്നുണ്ട്. അതിന് കാരണം ഇപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. സത്യത്തിൽ എനിക്ക് വിശന്നിട്ടല്ല സാറിനോട് വിശപ്പുണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് പണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കൂടെ പുറത്ത് രാത്രി പോയി എന്തെങ്കിലും ഒരുമിച്ച് ഇരുന്ന് കഴിക്കണം എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കൺമണി. അപ്പോൾ ഇതൊക്കെ കേട്ട് കൃഷിയാണെങ്കിൽ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് കൺമണിയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട്. പിന്നീട് കൺമണി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആ ഒരു ആഗ്രഹവും സാധിക്കാൻ പറ്റി. ഇനി ഓരോരുത്തരും പറയുന്ന പോലെ മരിച്ചാലും കുഴപ്പമില്ല എന്നതുപോലെയാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊന്നും തന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, അയ്യോ അത് പ്രശ്നമാവല്ലോ, കൺമണി മരിച്ചാൽ പിന്നെ എൻ്റെ ഭാര്യയായിട്ട് ആര് വരും, നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാ. പിന്നെ ഇപ്പോൾ കൺമണി പറഞ്ഞ വാക്കുകളെല്ലാം സത്യം പറഞ്ഞാൽ കൺമണിയോട് എനിക്ക് പറയണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും നമ്മൾ വിവാഹം കഴിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ സമയത്ത് എടുത്ത വായിക്ക് കൺമണി പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ മാനസ മേഡം. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, അതിന് മാനസയൊക്കെ ആരാ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് കൃഷി പറയുന്നുണ്ട്, എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്, എന്തായാലും ഒന്ന് നേരം വെളുത്തോട്ടെ, അച്ഛനോടും അമ്മയോടൊക്കെ രാവിലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു വിശേഷം നമ്മുടെ വിവാഹകാര്യമാണ് എന്ന് കൃഷി ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേക്കുന്ന കൺമണി ചിരിക്കുന്നുണ്ട്. പിന്നീട് കൃഷിൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെയാണ് കൺമണിയുടെ അടുത്ത് പറഞ്ഞു കേൾപ്പിക്കുന്നത്. അങ്ങനെ കൃഷി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ മാനസയുടെ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെന്നല്ലാതെ കല്യാണത്തിൻ്റെ ഡേറ്റ് പോലും കുറിച്ചിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഞാൻ എന്തായാലും മാനസയുടെ എൻ്റെ വീട്ടിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് കാര്യങ്ങളൊക്കെ അവരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കും. അതിനുശേഷം നമ്മുടെ കല്യാണം ആയിരിക്കും. അതിനുശേഷം നമ്മൾ രണ്ടും ഒരുമിച്ച് താമസിക്കും. പിന്നീട് രാവിലെ കൺമണി ചായയൊക്കെ ഇട്ടുകൊണ്ട് വരും. അല്ലല്ല, ഞാനും കൺമണിയും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കും. പിന്നെ നമ്മൾ ഒരുമിച്ച് ഓഫീസിൽ പോകും. അങ്ങനെ കൃഷിൻ്റെ മനസ്സിലുള്ള ഫ്യൂച്ചർ പ്ലാനിങ്ങുകളെല്ലാം കൺമണിയെടുത്ത് പറയാണ്. പിന്നീടാണെങ്കിൽ കൃഷിൻ്റെ ഈ പ്ലാനിങ്ങുകളെല്ലാം കേട്ട കൺമണി താടിക്ക് കൈയും കൊടുത്ത് മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരിക്കണം. അങ്ങനെ ഒരു ചിരിയോട് കൂടി ഇങ്ങനെ ഇമാജിനൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. തുടർന്ന് കൃഷിയാണെങ്കിൽ സംസാരം നിർത്തിയിട്ട് പോലും കൺമണി അനങ്ങുന്നില്ല. അങ്ങനെ കൃഷിയാണെങ്കിൽ ഇങ്ങനെ തോണ്ടി വിളിക്കുന്നുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് കൺമണി റിയാലിറ്റിയിലേക്ക് വരുന്നത്. അങ്ങനെ കൃഷിന് മനസ്സിലാവുകയാണ് കൺമണി ഏതോ ഒരു ലോകത്തേക്കൊക്കെ പോയിരിക്കുമായിരുന്നു എന്ന്. പിന്നീടാണെങ്കിൽ കൺമണി പറയുന്നുണ്ട്, അയ്യോ സാർ സമയം വൈകിയല്ലോ, എന്നാൽ പിന്നെ നമുക്ക് പോയാലോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൃഷി പറയുന്നുണ്ട്, സത്യം പറയാമല്ലോ കൺമണി, ഇന്നലെ ആണെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് പെട്ടെന്നൊന്നും നേരെ വെളുക്കല്ലേ എന്നായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് നേരം വെളുക്കണേ എന്നാണ്. കാരണം എന്താണെന്നറിയോ, നേരം വെളുത്താലേ നമ്മുടെ കല്യാണക്കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റും. കേൾക്കുന്ന കൺമണിക്കാണെങ്കിൽ സന്തോഷമാണ്. പിന്നീട് കൃഷി പറയുന്നുണ്ട്, ആദ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാനസിക ഒഴിപ്പിക്കും. പിന്നീടാണെങ്കിൽ ആ വരുണിന് കൊടുക്കാനുള്ള എല്ലാ ബാധ്യതകളും ഞാൻ കൊടുത്തു തീർക്കും. പിന്നീട് നിനക്കൊരു ബാധ്യത വരും, ആ ബാധ്യതയായിരിക്കും ഞാൻ മാത്രം എന്ന് പറയുന്നുണ്ട്. ഇതേക്കുന്ന കൺമണിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നീട് കൺമണി പറയുന്നുണ്ട്, സത്യം പറയാലോ സാർ, ഇത്രയേറെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷിച്ച ദിവസങ്ങൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ. ആ സമയത്ത് കൺമണി ആ ശരി എന്ന് പറഞ്ഞ് കൺമണിയും കൃഷിയും കൂടെ അങ്ങനെ വണ്ടി കയറി പോകുന്നുണ്ട്.
തുടർന്ന് കാണിക്കുന്ന കൺമണിയുടെ വീടാണ്. അവിടെ കൃഷി അങ്ങനെ കാറ് കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് കൺമണിയെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. എന്നിട്ട് കൺമണിയെ എടുത്ത് സൂക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ സമയത്തൊരു പാട്ടാണ്. അങ്ങനെ കൃഷി കൺമണി സ്റ്റെപ്പൊക്കെ കയറി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. പിന്നെ മുമ്പത്തെ പോലെ ഒന്നുമല്ല, ഇപ്പോൾ കൃഷി കൺമണിയുടെ മുറിയിൽ കയറാറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കൃഷി മുറിയിൽ കൊണ്ട് കൺമണിയെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് കൺമണിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ മരുന്നൊക്കെ നീ എടുത്ത് കഴിക്കണം കേട്ടോ, ദാ ഇവിടെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് കൺമണി അങ്ങ് കരയാണ്. ഇതാണ് കൃഷി ഓടിച്ചെന്ന് കൺമണി ഇപ്പോൾ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കൺമണി കരയുന്നതെന്ന്. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇത്രയേറെ സ്നേഹം എനിക്ക് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഈശ്വരനായിട്ട് എനിക്ക് ഒരു സ്നേഹം ഇങ്ങനെ കൊണ്ട് തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു അങ്ങനെ. പക്ഷേ ഈശ്വരനായിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ കൊണ്ട് തന്നിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന കൃഷ്ണനാണെങ്കിൽ സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് കൃഷിയാണെങ്കിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കൺമണിയുടെ നെറ്റിയിലായിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിൻ്റെ ഏട്ടത്തിയുടെ ആട്ടും തുപ്പൊന്നും കേൾക്കാനായിട്ട് നിന്നെ ഇവിടെ നിർത്തത്തില്ല, എത്രയും വേഗം തന്നെ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ പോവുക കൺമണി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയത്ത് കൺമണിയാണെങ്കിൽ ക്രിസ് സാർ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി എന്താന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. പിന്നീട് കൺമണി ചോദിക്കുന്നുണ്ട്, സാർ എന്നെ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തോന്ന്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, കൺമണി അത് പിന്നെ അന്ന് BR ഗ്രൂപ്പിന് വേണ്ടി കൺമണി ഡിസൈൻ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്നെ എൻ്റെ കമ്പനിയും കൺമണി കബളിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് കൺമണി അങ്ങനെ ടെർമിനേറ്റ് ചെയ്തത്. പക്ഷേ പിന്നീട് ആ സത്യാവസ്ഥയൊക്കെ തെളിഞ്ഞു. പിന്നെ കൺമണി എന്ത് സാഹചര്യത്തിൻ്റെ പുറത്താണ് അന്ന് ആ ഡിസൈൻ വരച്ചു കൊടുത്തതെന്നൊക്കെ തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൺമണിയെ തിരിച്ച് ഓഫീസിലേക്ക് എടുക്കുകയും ചെയ്തു. പിന്നെ അത് മാത്രമല്ല, കൺമണിയെ മുമ്പത്തേക്കാളും ഒരുപാട് ഞാനും എൻ്റെ കുടുംബം ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കൺമണി അതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് കൺമണി ചോദിക്കുന്നുണ്ട്, അല്ല സാറിനോട് ഇതാരാ പറഞ്ഞതെന്ന്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, അത് എന്നോട് പറഞ്ഞത് ഈ ഇവിടുത്തെ നിൻ്റെ ഏട്ടത്തി ധനലക്ഷ്മിയാണ്, പക്ഷേ അച്ഛനോട് പറഞ്ഞ വിദ്യയാണെന്ന് പറയുന്നുണ്ട്. ഇതേക്കുന്ന കൺമണിക്കാണെങ്കിൽ ഒരു വിഷമോ അതിലുപരി ആ ധനലക്ഷ്മിയോട് ദേഷ്യമാണ് വരുന്നത്. പിന്നീട് കൃഷി പറയുന്നുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കൺമണി അവിടുന്ന് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് തന്നെ ഇനി കൺമണി ആ ധനലക്ഷ്മിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നെ അത് ആ സമയം ഒരുപാടായി, ഞാൻ പോവുക, നേരം പുലരാറായി, അതുകൊണ്ട് തന്നെ കൺമണി കിടക്ക്, നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് കൃഷി കൺമണിക്ക് ഒരു ഉമ്മയും കൂടെ നെറ്റി കൊടുത്ത ശേഷം കൃഷി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കൺമണിയുടെ ബെഡ്റൂമിൽ നിന്ന്. ആ സമയത്തേക്ക് സുലു അങ്ങോട്ട് വാഷ്റൂമിൽ പോകാനായിട്ട് ഇറങ്ങി വരുന്നത്. ഇത് കൃഷി കാണും. പക്ഷേ നമ്മുടെ സുലു ആണെങ്കിൽ കൃഷിന് ഒരു നിഴല് പോലെ ആയിരിക്കും ആദ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുലു പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി ആണെങ്കിൽ ഓടിച്ചെന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ ഇങ്ങനെ ചുണ്ടത്ത് വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് മിണ്ടാതിരിക്കാൻ. ആ സമയത്ത് സുലു ആണെങ്കിൽ ഇവിടെ അയ്യോ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, മിണ്ടാതിരി എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് സുലുവിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ എങ്ങനെയൊക്കെയോ കൃഷി കൺമണിയുടെ റൂമിലേക്ക് കൊണ്ട് കയറ്റുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ കൺമണി ചോദിക്കുന്നുണ്ട്, അയ്യോ ഇതെന്താന്ന്. ആ സമയത്താണ് കൃഷി ഇങ്ങനെ സുലോചന അടുത്തായിട്ട് പറയുന്നുണ്ട്, ദേ സുലോചനെ നീ തെറ്റിയിരിക്കില്ലേ, എനിക്കൊരു ഞെട്ടിക്കുന്ന സത്യം നിന്നോട് പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുലോചന ആണെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടെ കണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ കൃഷ്ണ ഒക്കെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് കൃഷി പറയുന്നുണ്ട്, ഞാൻ സത്യം പറയട്ടെ, ഇന്നലെ നിങ്ങളുടെ കൺമണി കാണാൻ എനിക്ക് ഭയങ്കര മോഹം തോന്നി. അങ്ങനെ ഞാൻ ഇങ്ങനെ വന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നിങ്ങളുടെ കൺമണിക്ക് ഭയങ്കര പൊള്ളുന്ന പനി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, കൺമണിയെ പിടിച്ചുകൊണ്ട് അങ്ങ് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കൺമണിക്ക് മരുന്നൊക്കെ മേടിച്ച് കൺമണിയെ സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തിരിച്ചു പോണ വഴിയാണ് സുലോചന എന്നെ കണ്ടത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയും, ഇനി സുലോചന ഇവിടെ എല്ലാം ഇതൊന്നും പറഞ്ഞു വരുത്തി തെറ്റിദ്ധാരണ ഉണ്ടാക്കല്ല്. ഈ സമയത്ത് സുലുവിൻ്റെ മനസ്സിൽ ഫുള്ള്, എന്നാലും സാറെന്തിനാണ് നമ്മളാരും അറിയാതെ ഇങ്ങനെ ഈ കൺമണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടാക്കിയത് എന്നൊക്കെയാണ് സുലുവിൻ്റെ മനസ്സിൽ. എന്നിട്ട് പിന്നീട് സുലു പറയുന്നുണ്ട്, എന്തായാലും അതിശയമായിട്ടുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, അതെ ഇനി മറ്റൊരു അതിശയം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ദേവ് കാശ് എന്ന് പറഞ്ഞ് 10,000 രൂപ കൃഷി പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുവാണ്. അപ്പോൾ കൃഷി എടുത്ത് കൊടുക്കുന്ന കാശ് കണ്ട് സുലു ഇങ്ങനെ ഞെട്ടി നിൽക്കുമായിരിക്കും. പിന്നീട് സുലു ചോദിക്കുന്നുണ്ട്, അല്ലേ ഇത് കൈക്കൂലിയാണോന്ന്. ആ സമയത്ത് കൃഷി അപ്പുറം ചെന്ന് കൺമണിയെ ചേർത്ത് പിടിച്ച ശേഷം പറയുന്നുണ്ട്, അതിന് എനിക്ക് കൈക്കൂലി സുലുവിന് തരേണ്ട ആവശ്യം എന്താ, അല്ലെങ്കിൽ തന്നെ എൻ്റെയും കൺമണിയുടെ കാര്യം സുലുവിന് ആരോട് പറഞ്ഞാലും അതിനൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് അതിനായിട്ട് എനിക്ക് കൈക്കൂലിയൊന്നും സുലുവിന് തരേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൃഷി പറയുന്നുണ്ട്, ഇത് കൈക്കൂലിയല്ല, ഇനി ഈ കാശ് ഞാൻ സുലോചനയ്ക്ക് വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൺമണി കാട്ടിൽ അലഞ്ഞു കഴിഞ്ഞ് നടന്നുകൊണ്ട് തന്നെ കൺമണി ഭയങ്കര ടയേർഡുമാണ്, പിന്നെ പനിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കൺമണിയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്, അതായത് ഒരു അഡ്വാൻസ് എന്ന നിലയ്ക്ക് ഞാൻ തന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ കൺമണിയെ ശുശ്രൂഷിക്കാനായിട്ട് നിങ്ങൾ 3 പേര് ഇനി നാളെ തൊട്ട് ജോലിക്ക് വരണമെന്നില്ല, ജോലിക്ക് വരാതെ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടും, പക്ഷേ കൺമണിയെ ശുശ്രൂഷിച്ചിരിക്കണം നിങ്ങൾ. പിന്നെ ഇതിൻ്റെ പുറകെ തന്നെ ബാക്കി പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേക്കുന്ന സുലുവും കൺമണിയും ഒരുമിച്ച് ഞെട്ടുവാണ്.
പിന്നീട് കൃഷി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി കൺമണിക്ക് ഒരു കുറവും ഇല്ലാതെ തന്നെ കൺമണിയെ നല്ല രീതിയിൽ നിങ്ങൾ ശുശ്രൂഷിക്കണം. പിന്നെ കൺമണി ഒരു രാജകുമാരിയെ പോലെ തന്നെ നോക്കണം. അതുമാത്രമല്ല, കൺമണിക്ക് നല്ല സുരക്ഷയും നിങ്ങൾ കൊടുക്കണം. കൺമണി സുരക്ഷിതമായിട്ട് ഇരിക്കേണ്ട നിങ്ങളുടെയും കൂടെ ചുമതലയാണെന്ന് പറയുന്നുണ്ട്. ഇതേക്കുന്ന സുലു ആണെങ്കിൽ ഉടനെ പറയുന്നുണ്ട്, സാർ ഇനി കൺമണിയെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കുകയേ വേണ്ട, കൺമണിയെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ നോക്കിയിരിക്കും, അത് ഞങ്ങൾ ഏറ്റവും എന്ന് പറയുന്നുണ്ട് നമ്മളെ സുലു. ഇതൊക്കെ കേൾക്കുന്ന കൃഷിന് സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് കൺമണി കൃഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് കൃഷി അവിടുന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് സുലു ആണെങ്കിൽ കൺമണിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. മുമ്പ് ഗോകുലൻ്റെ അടുത്ത് നീയും ക്രിസ്സാറും തമ്മിൽ പ്രണയത്തെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന കൺമണിക്കാണെങ്കിൽ ചിരി വരുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.